നരകമോചനത്തിന്റെ ദിനരാത്രങ്ങളാണ് നമ്മുടെ മുന്നിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. ഈ സന്ദർഭത്തിൽ ഒരു വിഭാഗം ആളുകളെ നരകത്തിലേക്ക് തള്ളിയെറിയുമ്പോ അവർ ആ നരകത്തിൽ കിടന്ന് വിലപിക്കുന്ന സമയത്ത് റബ്ബ് അവരോട് വിളിച്ചു പറയുമത്രേ, ഇഖ്സഊ ഫീഹാ വലാ തുകല്ലിമൂൻ. നിർത്തടാ, നിന്റെ പുലമ്പൽ എനിക്ക് കേൾക്കണ്ട കേട്ടോ, നിന്റെ സംസാരം എനിക്ക് കേൾക്കേണ്ടതില്ല. നിശബ്ദനായി ശോകമോഹനായി നീ നിന്ദ്യനും നികൃഷ്ടനുമായി ഈ നരകത്തിൽ കഴിയണേ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ആ നരകാവകാശികളോട് പറയുമ്പോ, ഇന്നഹു കാന ഫരീഖും മിൻ ഇബാദി, അല്ലാഹുവിന്റെ വിധിവിലക്കുകളെ മാനിച്ചുകൊണ്ട് ഈ ദുനിയാവിൽ ജീവിച്ച് സർവവും റബ്ബിന് വേണ്ടി സമർപ്പിച്ച അല്ലാഹുവിന്റെ സച്ചരിതരായ ദാസന്മാരുടെ പ്രാർത്ഥന അല്ലാഹു നമുക്ക് പഠിപ്പിച്ചു തരുന്നു. അവരിൽ ഒരു വിഭാഗം അല്ലാഹുവിനോട് യാചിക്കുമത്രേ, റബ്ബനാ, ഞങ്ങളുടെ രക്ഷിതാവേ, ആമന്നാ, ഞങ്ങളിൽ നിന്നിൽ വിശ്വസിച്ചവരാണ് നാഥാ, ഫഗ്ഫിർ ലനാ, ഞങ്ങൾക്ക് നീ മാപ്പ് നൽകണേ റബ്ബേ, വർഹംനാ, ഞങ്ങളോട് കരുണ ചെയ്യണേ റബ്ബേ, വഅൻത അർഹമുർ റഹീമീൻ, കരുണ ചെയ്യുന്നവരിൽ ഉത്കൃഷ്ടനും ഉന്നതനും മഹോന്നതനും ശ്രേഷ്ഠനും നീയാണ് അല്ലാഹ്. സാലിഹീങ്ങളുടെ ദുആ, സാലിഹീങ്ങളുടെ ദുആ ചിന്തിക്ക്. ഒരു വിഭാഗം നരകത്തിൽ കിടന്ന് നിലവിളിക്കുമ്പോ മറ്റൊരു വിഭാഗത്തിന്റെ ദുആ, ഞങ്ങളെ രക്ഷിക്കണേ അല്ലാഹ്, സഹായിക്കണേ. ആമന്ന ആദ്യം വന്ന വാക്കതാണ്, അല്ലാതെ എടുത്ത ഉടനെ പാപം പൊറുത്തുതാ അല്ലാഹ് എന്നല്ല അവരുടെ ദുആ. റബ്ബനാ ഇഗ്ഫിർ ലനാ വർഹംനാ എന്നല്ല, റബ്ബനാ ആമന്നാ, ഞങ്ങൾ വിശ്വസിച്ചവരാണ് അല്ലാഹ്, ഞങ്ങൾ മുസ്ലിമീങ്ങളായിരുന്നു അല്ലാഹ്, നോമ്പെടുത്തവരാണ് റബ്ബേ, തറാവീഹ് നമസ്കരിച്ചവരാണ് റബ്ബേ, ഖുർആൻ പൂർത്തീകരിച്ചവരാണ് റബ്ബേ, അതിൽ ഞങ്ങൾ പരിപൂർണമായി വിശ്വാസദാർഢ്യമുള്ളവരായിരുന്നു അല്ലാഹ്. അതുകൊണ്ട് ഫഗ്ഫിർ ലനാ, ഞങ്ങൾക്ക് പുറത്തുതാ റബ്ബേ, വർഹംനാ, ഞങ്ങളോട് കരുണ ചെയ്യണേ റബ്ബേ. നമ്മൾ ഈമാൻ കൊണ്ട് വേണം നമുക്ക് ദുആ ചെയ്യാൻ. അല്ല എല്ലാ നിഅമത്തും അനുഗ്രഹമല്ല, ഞാൻ നിന്നെ അനുസരിച്ചു അല്ലാഹ്, നീ അതുകൊണ്ട് എനിക്ക് താ റബ്ബേ, അതാണ് അതിന്റെ അർത്ഥം. അങ്ങനെയാണ് ചോദിക്കുന്നത്. ഞാൻ നിന്നെ അനുസരിച്ചു, നിന്നെ വഴിപ്പെട്ടു, ആമന്നാ, ഞങ്ങൾ വിശ്വസിച്ചു അല്ലാഹ്, അതുകൊണ്ട് നീ താ പടച്ചവനെ. നമുക്കതാണ് വേണ്ടത്. അങ്ങനെ ചോദിക്കും, വിശ്വസിച്ചോ, നിസ്കരിച്ചിട്ട് ചോദിക്കും, ഖുർആൻ ഓതിയിട്ട് ചോദിക്കും, സുജൂദിൽ കിടന്നിട്ട് ചോദിക്കും. അതാണല്ലേ അള്ളാഹ്ക്ക് ഇഷ്ടം. വിശ്വാസം ഇല്ല, ഇബാദത്തില്ല, ഒന്നുമില്ലാതെ പെരുന്നാളിന് വന്നിട്ട് എനിക്ക് താ അല്ലാഹ്, താ അല്ലാഹ്, താ അല്ലാഹ്. ഇഖ്സഊ ഫീഹാ വലാ തുകല്ലിമൂൻ. മിണ്ടി പോരുത്, മിണ്ടരുത്. അല്ലാഹ് ഇവിടെ നമ്മളോട് ഉപയോഗിച്ചു, കുല്ലു നഫ്സിൻ ദായിഖത്തുൽ മൗത്ത്, എല്ലാ ആത്മാവും മരണത്തെ രുചിക്കും കേട്ടോ, മരണത്തെ രുചിക്കും. എത്ര വലിയ വാക്കായി ചിന്തിച്ചു നോക്കിയ സുഹൃത്തുക്കളെ. നമ്മളൊക്കെ ഓരോരുത്തരും ഓരോരോ ദിവസത്തിന്റെ മരണമെടുത്ത് ചിന്തിക്കണം. നല്ലൊരു ചെറുപ്പക്കാരൻ ജിമ്മിൽ പോയിട്ട് വന്ന് രാത്രി കിടന്നു, മരിച്ചു. നേരം വെളുത്തു 26 വയസ്സേ ഉള്ളൂ. ജിമ്മിൽ പോയിട്ട് വന്ന് കിടന്നു. ജിമ്മിൽ പോയതെന്ന് എന്തിനാ? കുറച്ചുകൂടെ ഒന്ന് ഒരുക്കു മുഷ്ടിയായി ഒന്നുകൂടെ ഒന്ന് ഉഷാറാകാൻ വേണ്ടി പോയത്. 26 വയസ്സേ അറ്റാക്ക് വന്ന് മരിച്ചു. അപ്പൊ 26 വയസ്സാണ് അറ്റാക്ക് വരുമോ? 50 വയസ്സ് 60 വയസ്സ് തിന്ന് കൊഴുത്തിരിക്കുന്നു അവർക്കൊക്കെ അല്ല അറ്റാക്ക് വരിക. ഈ കൊച്ചു വയ്ക്കുന്ന അറ്റാക്ക്. കുല്ലു നഫ്സിൻ ദായിഖത്തുൽ മൗത്ത്, എല്ലാ ആത്മാവും മരണത്തെ രുചിക്കുക തന്നെ ചെയ്യും. എല്ലാരും മരിക്കും. പക്ഷെ നിങ്ങൾ ചിന്തിക്കേണ്ടത് മരിക്കും എന്നുള്ളതല്ല വിഷയം. എല്ലാരും മനസ്സിലാക്കേണ്ടത്, ഞാൻ മരിക്കും എന്നതല്ല വിഷയം. പിന്നെയോ മരണശേഷം എന്റെ അവസ്ഥ എന്താ? അതാണ് അള്ളാഹ് ഇവിടെ സൂചിപ്പിക്കുന്നത്. മരണശേഷം എന്റെ അവസ്ഥ അതാണ് അള്ളാഹ് ഇവിടെ പറയുന്നത്. കുല്ലു നഫ്സിൻ ദായിഖത്തുൽ മൗത്ത്, എല്ലാ ആത്മാവും മരണത്തെ രുചിക്കുമെന്ന് ഖുർആൻ പറയുമ്പോ അടുത്തപടി അള്ളാഹ് പറയുന്നു, വഇന്നമാ തുവഫൗന ഉജൂറകും യൗമൽ ഖിയാമ. നിങ്ങൾ ഈ ദുനിയാവിൽ ചെയ്ത നന്മകളാകട്ടെ തിന്മകളാകട്ടെ എന്ത് കർമ്മങ്ങളാകട്ടെ ഇത് എപ്പോഴാണോ ഇതിനെ കുറിച്ച് ചോദ്യം ചെയ്യപ്പെടുന്നത് എന്ന് നീ ആശങ്കയിലായിരുന്നില്ലേ, അത് അള്ളാഹു ഇതാ തീരുമാനത്തിൽ എത്തിക്കാൻ പോവാണ്. ഇനി
ഇതുവരെക്കും ഒന്നും ചോദിച്ചിട്ടില്ല. നീ നിസ്കരിച്ചത് എന്ത്, നീ നിസ്കരിക്കാത്തത് എന്ത്, നീ നോമ്പ് പിടിച്ചത് എന്തിന്, പിടിക്കാത്തത് എന്ത്, ഹജ്ജ് ചെയ്തോ, ഇതൊന്നും ഇപ്പൊ ചോദ്യമില്ല. നമ്മുടെ മുഴുവൻ ഡിസ്കുകൾ എടുത്തിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖിയാമത്ത് നാളിൽ കൊണ്ടുവച്ചിട്ട് അവിടെ വെരിഫൈ നടത്തിയിട്ട് SIR ഫോം അത് ഫില്ല് ചെയ്ത് നീ ദാഖിൽ ഇതിലുള്ളവനാണോ അതോ നിന്നെ പുറത്താക്കണോ അല്ലാഹു അവിടെ തീരുമാനമെടുക്കും. അതാണ് BLOടെ പണി അവിടെ ചെയ്യും, മലക്കളി അവിടെ മലക്കൾ എന്ന് ചെയ്യും. അവിടെ നിനക്ക് വോട്ടുണ്ടോ ഇല്ലയോ എന്ന് അന്നേരം തീരുമാനിക്കും. അന്ത്യനാളിന്റെ ദിവസത്തിലാണ് നമ്മൾ ഈ ചെയ്തതിന്റെയും ത്യാഗം അനുഭവിച്ചതിന്റെയും ഒക്കെ കൂലി അല്ലാഹു തരുന്നത്. എന്നിട്ട് അല്ലാഹു ഒരു കാര്യം പറഞ്ഞു. فما زحزح عن النار وأدخل الجنة فقد فاز. അതാണ് എല്ലാത്തിന്റെയും പരമപ്രധാനമായ പോയിന്റ്. നിനക്കൊക്കെ കൂലി അല്ലാഹു തരും, നിന്നെ ആഖിറത്തിൽ അല്ലാഹു ഒരുമിച്ച് കൊണ്ട് നിർത്തും. പക്ഷെ അല്ലാഹു പറയാണ് നിന്റെ വിജയം എവിടെയാണെന്നറിയോ? ഫമൻ സുഹസിഹ അനിന്നാർ, ആരാണോ നരകത്തിൽ നിന്ന് ഒഴിവാക്കപ്പെട്ട് വഉദ്ഖിലൽ ജന്ന, സ്വർഗ്ഗപ്രവേശനം ലഭിച്ചുവോ, ഫഖദ് ഫാസ്, അവരാണ് വിജയം വരിച്ചതെന്ന് പരിശുദ്ധമായ ഖുർആൻ. ഇവിടെ അല്ലാഹു ആദ്യം പറഞ്ഞത്, പരിചയപ്പെടുത്തിയത് നരകമാണ്. രണ്ടാമതാണ് അല്ലാഹു സ്വർഗ്ഗത്തെ പരിചയപ്പെടുത്തുന്നത്. ഫമൻ ഉദ്ഖിലൽ ജന്നത ഫഖദ് ഫാസ്. അല്ലാഹു പറയാമായിരുന്നു 30 ദിവസങ്ങളിൽ വർഷങ്ങളോളം 50 വർഷം വരെ നോമ്പെടുത്ത സത്യവിശ്വാസിയെ അല്ലാഹു പറയാമായിരുന്നു, ആരാണോ സ്വർഗ്ഗപ്രവേശനം കരസ്ഥമാക്കിയത് ഫഖദ് ഫാസ്, അവൻ വിജയിച്ചു എന്ന് അല്ലാഹു പറയാം. പക്ഷേ അല്ലാഹു അത് പറയാതെ ആദ്യം അല്ലാഹു നമ്മെ പരിചയപ്പെടുത്തുന്നത് നരകമാണ്. ഫമൻ സുഹസിഹ അനിന്നാർ, ആരാണോ നരകത്തിൽ നിന്ന് തെറ്റിക്കപ്പെട്ട് വഉദ്ഖിലൽ ജന്ന, സ്വർഗ്ഗപ്രവേശനം ലഭിച്ചത്, ഫഖദ് ഫാസ്, അവരാണ് വിജയം വരിച്ചത്. ഇവിടെയാണ് നമ്മുടെ പോയിന്റ്. നമ്മളൊക്കെ ഇത്തരം കണ്ട് നോമ്പെടുത്ത് എന്തിനാ അവസാനം ചൊല്ലുന്ന, ഇപ്പൊ ചൊല്ലിക്കൊണ്ടിരിക്കുന്നത് എന്താണ് സംഭവം? അല്ലാഹുമ്മ അദ്ഖിൽനി അൽ ജന്ന വഅഅ്തിഖ്നി മിനൻ നാർ. അങ്ങനെയാണോ? അങ്ങനെയാണ് ചൊല്ലുന്നത്. അല്ലാഹുമ്മ അദ്ഖിൽനി അൽ ജന്ന വഅഅ്തിഖ്നി മിനൻ നാർ. അങ്ങനെ അല്ലല്ലോ, ആണോ? പിന്നെ എങ്ങനെ? അല്ലാഹുമ്മ അഅ്തിഖ്നി മിനൻ നാർ വഅദ്ഖിൽനിൽ ജന്ന. ആദ്യം പറയുന്നത് നരകത്തിൽ നിന്ന് നീ മോചിപ്പിക്കുക, പിന്നെ സ്വർഗത്തിലോട്ട് കയറ്റി. ആദ്യം പറയുന്ന വാക്കതാണ്, ചിന്തിക്ക്. ആദ്യം സ്വർഗം 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 എന്ന് പറഞ്ഞ് ചാവാതെ. اللهم اعتقنا من النار وادخلنا الجنة يا رب العالمين. اللهم ادخلنا الجنة واعتقنا من النار. അല്ലല്ല, ആദ്യം നരകം. നരകത്തിൽ നിന്ന് നീ എന്നെ രക്ഷപ്പെടുത്തണം എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്നറിയോ? അർത്ഥം എന്തെന്നറിയോ? എല്ലാരും നരകത്തിൽ പോകും. എല്ലാരും നരകത്തിൽ പോകും. നമ്മളെല്ലാരും നരകത്തിൽ പോകും. അറിഞ്ഞോ സംഭവം? അറിഞ്ഞോ ആരെങ്കിലും? നമ്മളെല്ലാരും നരകത്തിൽ പോവും. ഖുർആൻ പറയാണ്, ഞാനല്ല പറയുന്നത്. നമ്മളെല്ലാരും നരകത്തിൽ പോവും. ഖുർആൻ പറയുന്ന വാക്കാണ്. ആകെ ടെൻഷനായി. പടച്ചവനെ റബ്ബേ, ഖുർആൻ പറഞ്ഞ വാക്കാണ്, നമ്മുടെ ദുആയാണ്. വഇൻ മിൻകും ഇല്ലാ വാരിദുഹാ കാന അലാ റബ്ബിക ഹത്മൻ മഖ്ദിയാ. വഇൻ മിൻകും ഇല്ലാ വാരിദുഹാ, ഒരാൾ
ആള് പോലും ഇല്ലാതെ അവർ അമ്പിയാക്കളാകട്ടെ, ഔലിയാക്കളാകട്ടെ, സാലിഹീങ്ങളാകട്ടെ, മുത്തഖീങ്ങളാകട്ടെ, മുഖ്ലിസീങ്ങളാകട്ടെ, ഫായിസീങ്ങളാകട്ടെ, നോമ്പുകാരാകട്ടെ, ഹജ്ജ് ചെയ്തവരാകട്ടെ, ഖുർആൻ മനപ്പാഠമാക്കിയവരാകട്ടെ, എല്ലാവരും നരകത്തിലേക്ക് വരുമെന്ന് ഖുർആൻ പറയുന്നു. വകാന അലാ റബ്ബിക ഹത്മം മഖ്ദിയാ. ഇത് അല്ലാഹുവിന്റെ ഉറപ്പായ തീരുമാനമാണ്. ഒരിക്കലും അതിനെ മാറ്റാൻ കഴിയില്ല. ഇത്രയും വർഷം ഇബാദത്ത് ചെയ്ത്, ഇത്രയും വർഷം ദുആ ചെയ്ത്, ഇത്രയും വർഷം ഉസ്താദിന്റെ പ്രസംഗം കേട്ടിട്ട് അവസാനം അയാൾ കൊണ്ട് തള്ളുന്ന ഒരു തള്ളക്കം കണ്ടില്ലേ? വൈമിൻകുമില്ല ഭാരത, എല്ലാരും നരകത്തിൽ പോവും. ചിന്തിക്കേ, വെറുതെയാണ് അള്ളാഹു ആദ്യം നരകത്തെ പരിചയപ്പെടുത്തിയത്. നമ്മളൊക്കെ വല്ലപ്പോഴും ഒക്കെ ഒന്നൊരു ജുമാ നിസ്കരിച്ചിട്ട് ഇങ്ങനെ സ്വർഗത്തിൽ സ്വർഗം 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 എന്ന് പറഞ്ഞിരിക്കുകയാണ്. ഒന്ന് ചിന്തിച്ചു നോക്കി. അല്ലാഹു പറഞ്ഞ വാക്കാണ് സൂറത്തുൽ മർയം 71 ആയത്ത്. വമിൻകും ഇല്ലാ വാരിദുഹാ കാന അലാ റബ്ബിക ഹത്മം മഖ്ദിയാ. സഹാബാക്കൾ കരഞ്ഞു, സാലിഹീങ്ങൾ കരഞ്ഞു. അബ്ദുല്ലാഹി ഇബ്നു റവാഹ റളിയല്ലാഹു തആല അൻഹു, അദ്ദേഹം വാദിഅൻ റഅസഹു ഫീ ഹിജ്രി ഇംറഅതിഹി, അദ്ദേഹം തന്റെ ഭാര്യയുടെ മടിയിൽ കിടക്കുന്ന സമയം ഈ പരിശുദ്ധമായ ആയത്ത് അദ്ദേഹം ഓതുകയാണ്. വമിൻകും ഇല്ലാ വാരിദുഹാ വകാന അലാ റബ്ബിക ഹത്മം മഖ്ദിയാ. അല്ലാഹുവിന്റെ ഉറപ്പായ ഉറച്ച തീരുമാനമാണ്. എല്ലാവരും നരകത്തിൽ വരുമെന്നുള്ളത് അല്ലാഹുവിന്റെ തീരുമാനമാണ്. ഫബകാ, ആ ഭാര്യയുടെ മടിയിൽ കിടന്ന് അബ്ദുല്ലാഹി ഇബ്നു റവാഹ റളിയല്ലാഹു അൻഹു കരയുകയാണ്. തന്റെ ഭർത്താവ് കരയുന്നത് കണ്ടപ്പോ ഫബക്കത്ത് ഇംറാത്തുഹു, തന്റെ ഭാര്യ കരയുന്നു. ഉടനെ അബ്ദുല്ലാഹി ഇബ്നു റവാഹ റളിയല്ലാഹു അൻഹു ചോദിക്കുകയാണ്, മായുബകീകി, നീ എന്തിനാണ് കരയുന്നത്? റഅയ്തുക തബ്കി ഫബകൈതു, നിങ്ങൾ കരയുന്നത് ഞാൻ കണ്ടപ്പോ ഞാൻ കരഞ്ഞുപോയി. ഉടനെ ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു റവാഹ റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, ഖൗലുല്ലാഹി അസ്സ വജൽ, അല്ലാഹുവിന്റെ ഒരു വാചകം എന്നെ കരയിപ്പിച്ചതാണ്. വമിൻകും ഇല്ലാ വാരിദുഹാ, അല്ലാഹ് പറഞ്ഞു എല്ലാവരും നരകത്തിലേക്ക് വരുമത്രേ. ലാ അദ്രി അൻജൂ മിൻഹാ അം ലാ, ഞാൻ ആ നരകത്തിൽ വീഴുവോ അതല്ല അതിൽ നിന്ന് രക്ഷപ്പെടുവോ, അതോർത്ത് ഞാൻ കരഞ്ഞു പോയതാണെന്ന് അബ്ദുല്ലാഹി ഇബ്നു റവാഹ. ചിന്തിച്ചു നോക്കിയ സുഹൃത്തുക്കളെ, ഞാൻ നരകത്തിൽ പോകുമെന്ന് പറയുമ്പോൾ ആലോചിച്ച് നോക്കി. നമ്മൾ ഇത്രയൊക്കെ ചെയ്തിട്ട് നരകത്തിൽ പോവാന്ന് പറഞ്ഞാല് എങ്ങോന്ന് ആലോചിച്ച് നോക്കി. നരകത്തെ കുറിച്ചാണ് ലാസ്റ്റ് ചോദിക്കേണ്ടത്. അല്ലാഹുമ്മ അഅ്തിഖ്നി മിനന്നാർ വഅദ്ഖിൽനൽ ജന്നത യാ റബ്ബൽ ആലമീൻ. فأنذرتكم نارا تلظى لا يصلاها إلا الأشقى الذي كذب وتولى وسيجنبها الأتقى الذي يؤتي ماله يتزكى. നരകത്തിൽ പോകാതിരിക്കാനുള്ള കർമ്മങ്ങളെ കുറിച്ച് അള്ളാഹു നമുക്ക് പഠിപ്പിച്ചു തരുമ്പോ, നരകത്തിൽ നിന്ന് രക്ഷ തേടുന്നതിന് വേണ്ടി റസൂൽ ചോദിച്ചു കൊണ്ടിരിക്കുമ്പോ, ചില നരകത്തിന്റെ ആയത്തുകൾ ഹബീബായ തങ്ങൾ കേട്ടാൽ റസൂലുള്ളാഹി തങ്ങള് ബോധം കെട്ട് നിലത്ത് വീഴുമത്രേ. ഒരിക്കൽ റസൂലുള്ളാഹി തങ്ങൾ കേൾക്കുന്നു, ഒരു സഹാബി ഇരുന്ന് ഓതുന്നത് കേട്ടതേ ഉള്ളൂ. അദ്ദേഹം ഓതുകയാണ്, ഇന്നലദൈനാ അൻകാലോ വജഹീമാ വതഅമൻ ദാ ഗുസ്സത്തിൻ വഅദാബൻ അലീമാ. പരിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു പറയുകയാണ്, ഏ മനുഷ്യരേ, നമ്മുടെ പക്കൽ കൊളുത്തുകളുണ്ട് കേട്ടോ, അഗ്നിജ്വാലകളുണ്ട് കേട്ടോ, മോശമായ ഭക്ഷണമുണ്ട് കേട്ടോ, മുള്ളുകൾ നിറഞ്ഞ ഭക്ഷണമുണ്ട് കേട്ടോ, വേദനാജനകമായ നരകമുണ്ട് കേട്ടോ. ഈ അർത്ഥം വരുന്ന ആയത്ത് മദീന പള്ളിയുടെ ഉമ്മറപ്പടി
യാത്രയിൽ ഒരു സഹാബി ഇരുന്ന് ഓതിയപ്പോ ഫസഇഖ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖറ മഗ്ശിയ, അല്ലാഹുവിന്റെ റസൂൽ അത് കേട്ടിട്ട് ബോധം കെട്ട് നിലത്ത് വീണുപോയി. നമ്മുടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇങ്ങനെ കാണും നരകത്തിലേക്ക് വീഴുമെന്ന് വല്ല പ്രതീക്ഷ നമുക്കുണ്ട്? ഒരിക്കലും ഇല്ല. ഈ ആയത്ത് കേട്ടവൻ നമ്മുടെ അടുക്കൽ കൊളുത്തുണ്ട് കേട്ടോ, നമ്മുടെ അടുക്കൽ ഇരുമ്പ് കൊളുത്തുണ്ട്, നരകത്തിന്റെ തീജ്വാലയുണ്ട്, ദുഷിച്ച ഭക്ഷണമുണ്ട്, വേദനയേറിയ ശിക്ഷയുണ്ട്. ഈ ആയത്ത് കേട്ടപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഫബകാ ഫഖറ മഗ്ശിയ, അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ, അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ഫലമ്മാ നസല, ഒരായത്ത് റസൂലുള്ളാഹിന്റെ മേൽ ഇറങ്ങിയ സമയം, യാ അയ്യുഹല്ലദീന ആമനൂ ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാ വഖൂദുഹാ الناس والحجارة عليها ملائكة غلاظ شداد لا يعصون الله ما أمرهم ويفعلون ما يؤمرون. സത്യവിശ്വാസികളെ, നരകത്തെ സൂക്ഷിക്കണേ. നിങ്ങളോടും നിങ്ങളുടെ മക്കളോടും പറയണേ, നിങ്ങളുടെ മാതാപിതാക്കളോട് പറയണേ. ആ നരകത്തിൽ കത്തിക്കപ്പെടുന്നത് ഇന്ധനമല്ല, കൽക്കരിയല്ല, ഡീസലല്ല, മനുഷ്യനെയും കല്ലുകളെയുമാണ്. ഈ ആയത്ത് ഇറങ്ങി റസൂലുള്ള ഓതുമ്പോ ഒരു ചെറുപ്പക്കാരൻ അത് കേട്ടുകൊണ്ട് മദീന പള്ളിയുടെ ഓരത്തിരിക്കുകയായിരുന്നു. അത് കേട്ട മാത്രയിൽ അദ്ദേഹം ഇതാ നിലത്ത് വീഴുകയാണ്. അറ്റാക്ക് വന്നുപോയി. സൂക്ഷിക്കണേ, സൂക്ഷിക്കണേ, നരകത്തെ സൂക്ഷിക്കണേ. നിങ്ങളുടെ ശരീരത്തെ, നിങ്ങളുടെ മക്കളെ, കുടുംബങ്ങളെ നരകത്തിൽ നിന്ന് സൂക്ഷിക്കണേ. അവിടെ കത്തിയമരുന്നത് മനുഷ്യരാണ്, കല്ലുകളാണ്, കല്ലുകളാണ്. പടുകൂറ്റൻ കെട്ടിടങ്ങളുടെ, ആ പടുകൂറ്റം സിമന്റ് കെട്ടിടങ്ങളുടെ, സിമന്റ് വൃക്ഷങ്ങളുടെ മുകളിലേക്ക് സ്കഡ് വന്ന് പതിക്കുമ്പോ എത്ര നിസാരമായിട്ടാണ് കത്തിച്ചാമ്പലാകുന്നത്. നമ്മുടെ നഗ്ന നേത്രങ്ങളെ കൊണ്ട് നേരിട്ട് കാണുന്ന കാഴ്ചയാണെങ്കിൽ കരിങ്കല്ലുകളും വലിയ വലിയ പടുകൂറ്റൻ കല്ലുകളും നരകത്തിലിട്ട് കൂട്ടത്തിൽ ചേരുംപടി ചേർക്കാൻ മനുഷ്യനെയും ഇട്ട് കത്തിക്കുമെന്ന് പരിശുദ്ധ ഖുർആൻ ഇറങ്ങിയപ്പോ ഒരു ചെറുപ്പക്കാരന്റെ മനസ്സ് വല്ലാണ്ട് മാറിപ്പോവുകയാണ്. പെട്ടെന്ന് നിലത്ത് വീണുപോയി. അല്ലാഹുവിന്റെ റസൂൽ ഓടിപ്പോയി. അല്ലാഹുവിന്റെ റസൂൽ ആ സ്വഹാബിയുടെ കൈ, ആ സ്വഹാബിയുടെ നെഞ്ചിലേക്ക് റസൂലുള്ളാഹിന്റെ കൈ മെല്ലെ അമർത്തിയപ്പോ പിടക്കുകയാണ്. റസൂലുള്ളാഹിക്ക് മനസ്സിലായി ഈ ആയത്ത് കേട്ടുമ്പോ മരിക്കാൻ പോവാണ്. അല്ലാഹു അക്ബർ. 100 വട്ടം നമ്മുടെ മുന്നില് ബോധപ്പെട്ടാലും നമ്മുടെ കണ്ണ് നനയൂല. അങ്ങനെയാണത്. ഖൽബൊക്കെ കുശുമ്പ് കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. എങ്ങനെ കരയാൻ നീ? കുശുമ്പ്, അസൂയ, ക്രോധം, വിരോധം, ഇതാണ് നിനക്ക് ഏറ്റവും വലിയ ശത്രുത. നരകമല്ല നിന്റെ ശത്രു, ഇബ്ലീസ് അല്ല നിന്റെ ശത്രു, തീ ജ്വാലയല്ല നിന്റെ ശത്രു, സഖൂം എന്ന മുള്ളല്ല നിന്റെ ശത്രു. എന്റെ സഹോദരനാണ് എന്റെ ശത്രു, എന്റെ രക്തബന്ധുവാണ് എന്റെ ശത്രു, എന്റെ കുടുംബക്കാരനാണ് എന്റെ ശത്രു, എന്റെ അയൽവക്കക്കാരനാണ് എന്റെ ശത്രു, എന്റെ സഹപ്രവർത്തകനാണ് എന്റെ ശത്രു. അവന്റെ മുന്നിലാണ് അഗ്നിജ്വാലയായിട്ട് നമ്മൾ ജ്വലിക്കുന്നത്. അല്ലാതെ നാളെ കത്തി അമരുന്ന നരകത്തെ കുറിച്ച് എനിക്കൊന്നും നിങ്ങൾക്ക് ഫിക്റില്ല. പിന്നെ കണ്ണ് നനയൂല സുഹൃത്തെ, കരയാൻ പറ്റൂല, പറ്റൂല. സഹാബാക്കൾക്ക് അങ്ങനെ ആയിരുന്നില്ല. എനിക്കില്ലെങ്കിലും എന്റെ സഹോദരൻ ജീവിക്കണം, എനിക്ക് നഷ്ടം വന്നാലും എന്റെ സഹോദരൻ രക്ഷപ്പെടണം. ഞാൻ കടക്കാരനായാലും എന്റെ സഹോദരൻ കടക്കാരനായി മരിക്കരുത്. പട്ടിണി കിടന്ന സഹാബത്ത് ഒട്ടിയ വയറുമായി യുദ്ധം ചെയ്ത് അവര് നിലത്ത് വീണ് കിടക്കുമ്പോ വെള്ളം കൊണ്ട് കൊടുക്കുന്ന സമയത്ത് പോലും അവര് പറഞ്ഞു, എനിക്ക് വേണ്ട, എനിക്കല്ല. തൊട്ടടുത്തിരിക്കുന്ന സഹാബിക്കോട്, അവിടെ പോയപ്പോ ഇല്ല എനിക്കല്ല പ്രശ്നം, അടുത്ത് കിടക്കുന്ന സഹാബിക്കോട്, അടുത്ത് കിടക്കുന്ന സഹാബിക്കോട്, അടുത്ത് കിടക്കുന്ന സഹാബിക്കോട്. ഈ ഒരു സാഹോദര്യമാണ് നമുക്ക് ഇസ്ലാം പഠിപ്പിച്ചത്. നമ്മൾ മനസ്സിൽ കുശുമ്പും കുന്നായ്മയും വൈരാഗ്യവും വിരോധവും വെച്ച് നാളെ നരകത്തിന്റെ അടിത്തട്ടിൽ പോകാൻ നമ്മൾ ഇവിടെ തയ്യാറെടുക്കുകയാണ്. ഈ നരകത്തിന്റെ ആയത്ത് കേൾക്കുമ്പോ സഹാബാക്കൾ അറ്റാക്ക് വന്ന്
മരിച്ചു വീണെങ്കിൽ അവർക്ക് നാളെ സ്വർഗത്തിന്റെ ഉന്നതമായ പദവിയാണ്. 100 വട്ടം ഓതിയാലും നമ്മുടെ ഖൽബിൽ ഒരു മാറ്റം ഉണ്ടാവില്ല. എന്ത് ഈ ഹസദ് എന്ന് പറയുന്ന ഈ അസൂയ, കുശുമ്പ്, വിരോധം, വൈരാഗ്യം നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ 1000 നോമ്പെടുത്താലും 100 ഉംറ ചെയ്താലും ഈ വിരോധത്തെ കഴുകി ശുദ്ധിയാക്കാൻ കഴിയില്ല. അത് പിശാചിന്റെ കളിയാണ്. അതിന്റെ അർത്ഥം നിന്നെ ഞാൻ നരകത്തിൽ കൊണ്ടെറിയും. അല്ലാഹി മനസ്സിലാക്കിക്കോളൂ. ഇതിൽ യാതൊരു സംശയമില്ല. ഇത് ഖുർആന്റെ വാക്കാണ്. സഹാബാക്കൾ നിലത്ത് വീണ് പിടഞ്ഞു, നീയും നിന്റെ കുടുംബത്തെയും നരകത്തിൽ നിന്ന് നീ സൂക്ഷിക്കണം എന്ന് പറഞ്ഞപ്പോ ആ സഹാബി നിലത്ത് വീണ് പിടയ്ക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ കൈയെടുത്ത് നെഞ്ചിൽ വെച്ചപ്പോ അദ്ദേഹത്തിന്റെ ഖൽബ് പിടയ്ക്കുന്നു. റസൂലുള്ളാഹിക്ക് മനസ്സിലായി. അദ്ദേഹം വഫാത്താവും. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖുൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് യാ ഫത്താ. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഏയ് ചെറുപ്പക്കാരാ, സഹോദര, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറ. ഫഖാലഹാ ഫബശറഹു ബിൽ ജന്ന. അദ്ദേഹം പറഞ്ഞു, ലോകത്തോട് വിട പറഞ്ഞു. ഖാലൂ, സഹാബത്ത് പറഞ്ഞു, മിൻ ബൈനിനാ യാ റസൂലല്ലാഹ്, ഇത് നമുക്ക് ഉണ്ടോ? നമുക്കും ഈ സുരക്ഷയുണ്ടോ നബിയേ? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, അവലാ സമിഅതുമുല്ലാഹ യഖൂൽ, അല്ലാഹു പറഞ്ഞത് നിങ്ങൾ കേട്ടില്ലേ? ഖുർആനിൽ പറഞ്ഞത് കേട്ടില്ലേ? ദാലിക ലിമൻ ഖാഫ മഖാമി വഖാഫ വഈദ്. ആരാണോ എന്റെ ഓരോരോ വാഗ്ദകളെ, എന്റെ നരകത്തെ, സ്വർഗത്തെ, ആഖിറത്തിന്റെ രക്ഷയെ ആരാണോ ഭയപ്പെടുന്നത് അവർക്ക് ആ സ്വർഗമുണ്ടെന്നുള്ള അല്ലാഹുവിന്റെ വാക്ക്, ആ വചനങ്ങൾ നിങ്ങൾ കേൾക്കുന്നില്ലേ സ്വഹാബത്തെ? ഇങ്ങനെ ഒരു കലിമ ചൊല്ലി സന്തോഷത്തോട് മരിക്കാൻ ഒരു ഭാഗ്യം നിനക്ക് വേണമെങ്കിൽ അത് അല്ലാഹുവിനെ ഭയപ്പെടുന്നവർക്ക് കിട്ടുള്ളൂ, അല്ലാത്തവർക്ക് കിട്ടൂല. നാളെ ഒരു ദിവസം നിന്നെ കൊണ്ടുവന്ന് നിർത്തുമടാ, നിന്നെ നാളെ റബ്ബിന്റെ കോടതിയിൽ കൊണ്ടുവരപ്പെടുമടാ. ആ സന്ദർഭത്തിൽ നിന്റെ വൈരാഗ്യവും വാശിയും അസൂയയും കുശുമ്പും നിന്റെ തിമിറും പവറും കിബറും എല്ലാം അതോടുകൂടി അസ്തമിക്കും. അവിടെ ഇത് അല്ലാഹുവിന്റെ ശക്തമായ തഖീദാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുന്നിൽ സഹാബത്ത് വന്ന് കരയാ. എല്ലാരും നരകത്തിൽ പോവില്ലേ? അമ്പിയാക്കളും പോവും, ഔലിയാക്കളും പോവും, മുഅ്മിനീങ്ങളും പോവും. അല്ലാഹ് ഈ ആയത്തിറക്കി. സഹിക്കാൻ കഴിയുന്നില്ല, എന്ത് ചെയ്യണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹാബത്തിന് പഠിപ്പിച്ചു കൊടുക്കുക. എല്ലാവരും ജനങ്ങളെല്ലാവരും കടന്നു വരുമത്രേ, നരകത്തിലൂടെ കടന്നു വരുമത്രേ. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ അഅ്തിഖ്നാ മിനന്നാർ വഅദ്ഖിൽനൽ ജന്നത യാ റബ്ബൽ ആലമീൻ. وورودهم قيامهم ثم يصدرون عن الصراط بأعمالهم. ഈ നന്മകളൊക്കെ ചെയ്തു വരുന്നവരും ഈ നരകത്തിന്റെ വഴിയിലൂടെയാണ് സഞ്ചരിച്ചു വരുന്നത്. അതാണ് മനസ്സിലാക്കേണ്ടത്. എല്ലാവരും നരകത്തിലൂടെ കയറി വരുമെന്ന് റസൂലുള്ളാഹി തങ്ങൾ ആയത്തിറക്കിയപ്പോ സഹാബാക്കൾക്ക് ആകെ മൊത്തം പ്രശ്നങ്ങളായി, ടെൻഷനായി. നരകത്തിന്റെ മുകളിലൂടെയാണ് സിറാത്ത് എന്ന പാലം. ഓർത്തു വെച്ചോളി, ആ സിറാത്ത് എന്ന പാലം എന്ന് പറയുന്നത് ഇരുട്ടാണ്. ആ സിറാത്ത് എന്ന പാലത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല അലാ വഹരി ജഹന്നം, നരകത്തിന്റെ മുകളിലൂടെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അത് പണിതിരിക്കുന്നത്. അതിന്റെ മുകളിലൂടെയേ ഒരു അമ്പിയാ, ഒരു പ്രവാചകനും പോകാൻ കഴിയൂ. അതിന്റെ മുകളിലൂടെയേ ഔലിയാക്കൾക്കും പോകാൻ കഴിയൂ. അതിന്റെ മുകളിലൂടെയേ നോമ്പുകാർക്കും പോകാൻ കഴിയൂ. അതിന്റെ മുകളിലൂടെയേ ഇഅ്തികാഫിരുന്നവർക്കും പോകാൻ കഴിയൂ. അതിന്റെ മുകളിലൂടെയേ ഹജ്ജ് ചെയ്തവർക്കും ഉംറ ചെയ്തവർക്കും സിയാറത്ത് ചെയ്തവർക്കും ഒക്കെ പോകാൻ കഴിയുന്നത് ആ സിറാത്ത് എന്ന നരകത്തിന്റെ മുകളിലൂടെയുള്ള പാലത്തിലൂടെയാണ്. അപ്പൊ അല്ലാഹു പറഞ്ഞ ശരിയല്ലേ? വഇം മിൻകും ഇല്ലാ വാരിദുഹാ വഇം മിൻകും ഇല്ലാ വാരിദുഹാ കാന അലാ റബ്ബിക ഹത്മൻ മഖ്ദിയ. സഹാബാക്കളൊക്കെ വലിയ പേടിച്ചു പോയി. ലാ യബ്ഖാ ബർറുൻ വലാ ഫാജിറുൻ ഇല്ലാ ദഖലഹാ فتكون على المؤمنين بردا وسلاما كما كانت على إبراهيم.
നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സഹാബാക്കൾ വളരെ ആവേശത്തോടുകൂടി വന്ന് പൊട്ടിക്കരഞ്ഞിട്ട് ചോദിക്കുന്നു, അല്ലാഹുവിന്റെ റസൂലേ, ആ നരകത്തിലൂടെ എങ്ങനെയാണ് നമ്മൾ കടന്നു പോവുക? ഉടനെ നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ വിശാലമായി വിശദീകരിച്ചു കൊടുക്കുകയാണ്. എല്ലാവരും ആ നരകത്തിന്റെ മുകളിലൂടെയുള്ള സിറാത്തിലൂടെയാണ് കടന്നു പോവുക സഹാബത്തെ. നന്മ ചെയ്തവനും തിന്മ ചെയ്തവനും അതിന്റെ മുകളിലൂടെ കടന്നു പോകുമ്പോ ഫതകൂനു അലൽ മുഅ്മിനീന ബർദൻ വസലാമാ, സത്യവിശ്വാസികൾ കയറിപ്പോകുന്ന സമയത്ത് അവരുടെ മേൽ ഒരു വല്ലാത്ത കുളിരിന്റെ കാറ്റടിക്കുമത്രേ, ഒരു തണുത്ത കാറ്റടിച്ചവരെ സന്തോഷിപ്പിക്കുമത്രേ. കമാ കാനത് അലാ ഇബ്രാഹിം, ഇബ്രാഹിം നബിയുടെ മേൽ അല്ലാഹു സുബ്ഹാനഹു വ തആല തണുത്ത കാറ്റ് അടിപ്പിച്ചതുപോലെ സത്യവിശ്വാസികൾ നരകത്തിന്റെ മുകളിലൂടെ പോകുമ്പോ അവരുടെ മേലേക്ക് കുളിർ കാറ്റടിക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. ഫമിൻഹും യമുറുഹും മിഥ്ലുൽ ബർഖി, അവരിൽ ചിലര് മിന്നൽ വേഗത്തിൽ അപ്പുറത്തേക്ക് കടക്കുമത്രേ. വമിൻഹും യമുറു മിഥ്ലുൽ റീഹ്, ചിലര് കാറ്റടിക്കുന്നത് പോലെ അപ്പുറത്തേക്ക് കടക്കുമത്രേ. വമിൻഹും യമുറു മിഥ്ലുൽ തയ്ർ, പക്ഷികൾ പറന്നു പോകുന്നത് പോലെ ചിലർ അപ്പുറത്തേക്ക് പറന്നു പോകുമത്രേ. വമിൻഹും കഅജ്ദാജ് വമിൻഹും കഅജ്ദാലിൽ ഇബ്ലി, വേഗതയോടെ ഓടുന്ന കുതിരയെ പോലെ ചില ആളുകൾ അപ്പുറത്തേക്ക് കടന്നു പോകുമത്രേ. വമിൻഹും യംശി കഅദ്വിർ റിജ്ലി, ചില ആളുകൾ മെല്ലെ മെല്ലെ നടന്ന് നടന്ന് അപ്പുറത്തേക്ക് പോകുമത്രേ. ഹത്താ അന്ന ആഖിറഹും മറ, അവസാനമായി ആ സിറാത്ത് എന്ന പാലത്തിലൂടെ കടന്നു വരുന്നത് ഒരാളായിരിക്കും. റജുലുൻ, അതൊരു വ്യക്തിയാണ്. നൂറുഹു, അദ്ദേഹത്തിന്റെ ആ ഒരു പ്രകാശം മൗളിഇ ഇബ്ഹാമൈ ഖദമൈഹാ, ആ നരകത്തിന്റെ മുകളിലൂടെയുള്ള സിറാത്ത് എന്ന പാലത്തിൽ കയറി വരുന്ന ആ അവസാനത്തെ സ്വർഗാവകാശിയായ മനുഷ്യന്റെ തള്ളവിരലിൽ ചെറിയ വെളിച്ചമുണ്ടാകുമത്രേ. ആ വെളിച്ചം കൊണ്ട് നെങ്ങി നിരങ്ങി തപ്പിത്തടഞ്ഞ് അവൻ ഏന്തി ഏന്തി ആ സിറാത്ത് എന്ന പാലത്തിലൂടെ കടക്കുമത്രേ. അവനാണ് ഈ ദുനിയാവിൽ ഏറ്റവും ചെറിയ അമൽ ചെയ്തവൻ. ചെറിയ അമൽ ചെയ്ത് അല്ലാഹ് ഇഷ്ടപ്പെട്ടു. അവൻ അവൻ ഇങ്ങനെ തപ്പിത്തടഞ്ഞ് മെല്ലെ 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 ഇരുന്ന് പിടിച്ച് വീഴാൻ പോകുന്നു. അങ്ങനെ പിടിച്ച് 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 അങ്ങനെ അവനാണ് നടക്കുക. ആ അവസ്ഥയിലാക്കും അവരെത്തുക. വസ്സിറാത്തു തഹ്ലും മുസില്ലാ വഅലൈഹി ഹസ്കുൻ കഹസ്കിൽ ഖതാദാ, വലിയ മുള്ളുകൾ കൊണ്ട് നിറഞ്ഞതും വഴുതി വീഴുന്നതുമായ അവസ്ഥയിലാണ് സിറാത്ത് എന്ന പാലത്തെ അല്ലാഹു നിർമ്മിച്ചിരിക്കുന്നത്. അതിലേക്ക് ആര് പോകുന്നുവോ പെട്ടെന്ന് വഴുതി നരകത്തിലേക്ക് വീഴാം. വൽഹാഫതഹുമാ മലായികത്തുൻ മഅഹും കലാലീബും മിന്നാർ യതഖഫതഫൂന അന്നാസ് യഖ്തതിഫൂന അന്നാസ്, അതിന്റെ രണ്ട് ഓരങ്ങളിലും മലക്കുകൾ നരകത്തിന്റെ വലിയ കൊളുത്തുമായി കാത്തിരിക്കുകയാണ്. ആരാണോ നരകാവകാശികൾ അവരാ സിറാത്ത് എന്ന പാലത്തിലേക്ക് കയറുമ്പോ യഖ്തതിഫൂന അന്നാസ്, ആ നരകത്തിലേക്ക് ആ മലക്കുകൾ അവരെ വലിച്ചെറിയുമത്രേ. അല്ലാഹുമ്മ അഅ്തിഖ്നാ മിനന്നാർ, അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. وقال الذين في النار لخزنة جهنم ادعوا ربكم يخفف عنا يوما من العذاب قالوا أبلم تك تأتيكم رسلكم بالبينات قالوا بلى فادعوا وما دعاء الكافرين إلا في ضلال.
നരകത്തിലേക്ക് വീണവർ ആ നരകത്തിൽ കിടന്നിട്ട് നിലവിളിക്കുകയാണ്, പടച്ച റബ്ബേ യുഖഫിഫു അന്നാ യൗമൻ മിനൽ അദാബ്, ഈ നരകത്തിന്റെ ശിക്ഷയിൽ നിന്ന് ഒരു ദിവസം നീ ഞങ്ങൾക്കൊന്ന് ഇളവുതാ പടച്ചവനെ, ഒരു ദിവസം യൗമൻ, ഒരു ദിവസം ഈ നരകത്തിൽ നിന്ന് ഞങ്ങൾക്ക് നീ ഇളവുതാ പടച്ചവനെ. ഉടനെ ആ മലക്കുകൾ ചോദിക്കുകയാണ്, ഖാലു അവലം തകു തഅതീകും റുസുലുകും ബിൽ ബയ്യിനാത്ത്, മലക്കുകൾ വന്നതല്ലേ, പണ്ഡിതന്മാര് വന്നതല്ലേ, പ്രവാചകന്മാര് വന്നതല്ലേ, ദൂതന്മാര് വന്ന് ഘോരം നിന്റെ മുന്നിലേക്ക് അവർ പറഞ്ഞതല്ലേ? ഖാലു ബലാ, അതെ അവർ പറഞ്ഞതാണ്, പക്ഷേ ഞങ്ങളത് തിരസ്കരിച്ചു, നിഷേധിച്ചു, തള്ളി. അപ്പോൾ അവർ മലക്കുകൾ നമ്മളെ ആക്ഷേപിച്ചു പറയുകയാണ്, ഫദൂ, നിങ്ങൾ നിങ്ങളുടെ റബ്ബിനോട് ദുആ ചെയ്തോ, വമാ ദുആഉൽ കാഫിരീന ഇല്ലാ ഫീ ളലാൽ, നിങ്ങളുടെ ദുആക്ക് ഒരു ഉത്തരവുമില്ല, അത് നാശത്തിലേക്ക് ആ ദുആ എത്തുമെന്ന് ആ മാലാകമാർ അവരോട് പറയുകയാണ്. ഇന്നാ ലനൻസുറു റുസുലനാ വല്ലദീന ആമനൂ ബിൽ ബയ്യിനാത്ത്, ആരാണോ വിശ്വസിച്ചത്, ആരാണോ അല്ലാഹയെ അനുസരിച്ചത്, ആരാണോ അല്ലാഹുവിനെ രഹസ്യത്തിലും ഒളിഞ്ഞും തെളിഞ്ഞും ഭയപ്പെട്ടത്, അവരെ നാം സംരക്ഷിക്കുമെന്നും പരിശുദ്ധ പ്രവാചകന്മാരെ സംരക്ഷിക്കുമെന്നും അല്ലാഹു നമ്മളെ അറിയിക്കുകയാണ്. ഏത് ദിവസമാണെന്നറിയുമോ? യൗമ ലാ യൻഫഉ ളാലിമൂന മഅദിറതുഹും വലഹുമുൽ ലഅനതു വലഹും സൂദാർ. അന്നവിടെ വന്നിട്ട് പടച്ച റബ്ബേ ആവലാതിപ്പെട്ട് പൊട്ടിക്കരഞ്ഞിട്ട് റബ്ബിനോട് ദുആ ചെയ്യും, നരകത്തിൽ കിടന്നിട്ട് അവന്റെ ഒഴി കഴിവുകൾ വിളിച്ചു പറയുമ്പോ നാളെ അല്ലാഹു അത് സ്വീകരിക്കുകയേ ഇല്ല. ആ ദിവസം എത്തുന്നതിന് മുമ്പ് അല്ലാഹുവിലേക്ക് പശ്ചാത്തപിച്ചു മടങ്ങണേ. അതാണ് പരിശുദ്ധ ഖുർആൻ. അതാണ് റമദാനിന്റെ അവസാനത്തെ ദിനരാത്രങ്ങൾ നമുക്ക് നൽകുന്ന ഉത്ബോധനം. ആ നരകത്തിൽ കിടന്നിട്ട് നാളെ വിളിച്ചു പോവേണ്ട ഒരു ഗതികേട് നമുക്ക് ഉണ്ടാകരുത്. അതുകൊണ്ട് ഇപ്പോഴേ കരയി, റബ്ബിനോട് പറയി, പശ്ചാത്തപിക്കുക. ഇത്ര നാള് നമ്മൾ അള്ളാഹ്ക്ക് ഇഷ്ടപ്പെടാത്തതൊക്കെയാണ് ജീവിച്ചു. ഇനി അടുത്തൊരു റമദാൻ ഞാൻ ഉണ്ടാകുമെന്നോ അടുത്ത ഒരു വെള്ളിയാഴ്ച ഉണ്ടാകുമെന്നോ ഒരു പ്രതീക്ഷയും നമുക്കില്ല, ഒരിക്കലുമില്ല. അതുകൊണ്ട് മടങ്ങി ഈ പരിശുദ്ധമായ റമദാനിന്റെ അവസാനത്തെ കുറഞ്ഞ ദിവസങ്ങൾ മാത്രം, ഈ ദിവസങ്ങളിൽ പകലുകളിൽ അള്ളാഹുമായി കൂടുതൽ ബന്ധം സ്ഥാപിച്ച് ചെയ്തു പോയ തെറ്റുകളൊക്കെ പൊരുത്തം വാങ്ങി ഈ പറയപ്പെട്ട സിറാത്ത് എന്ന പാലത്തിലൂടെ മിന്നൽ വേഗത്തിൽ, പക്ഷി വേഗതയിൽ, കാറ്റിന്റെ വേഗതയിൽ ഏറ്റവും വലിയ കുതിര സവാരി ചെയ്തു പോകുന്നത് പോലെ നമുക്കും മിന്നൽ വേഗത്തിൽ നരകത്തിന്റെ മുകളിലൂടെ അപ്പുറത്ത് കിടക്കാനുള്ള പണികൾ ചെയ്തുകൊണ്ട് അള്ളാന്റെ പൊരുത്തം വാങ്ങാൻ എന്നെയും നിങ്ങളെയും ഈ മുബാറക്കായ ദിവസത്തിൽ ഉപദേശിക്കുകയാണ്. അല്ലാഹു അതിന് തൗഫീഖ് നൽകി നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. വാഖിറു ദുആഇന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.